ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത കുവൈറ്റിൽ ഉണ്ടായ വൻ തീപിടുത്തത്തിൽ മലയാളി കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ വരുന്നു. കൊല്ലം ഓയൂർ സ്വദേശി ഷമീറാണ് കൊല്ലപ്പെട്ടത്. ഷമീർ ഉൾപ്പെടെ 41 പേരാണ് അപകടത്തിൽ മരിച്ചത്. മരിച്ചവരിൽ നിരവധി മലയാളികളുണ്ടെന്നാണ് വിവരങ്ങൾ. പുക ശ്വസിച്ചും തീപിടുത്തമുണ്ടായ കെട്ടിടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോഴുമാണ് കൂടുതൽ പേരും മരിച്ചത്. വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, മരണസംഖ്യ ഉയരുന്നതായിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അതിൽ കൂടുതൽ മലയാളികളുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ വരുന്നു. എത്ര കൂടുതൽ പേർ മരിച്ചതായിട്ടുള്ള വിവരങ്ങൾ വരുന്നു. ഏത് തരത്തിലാണ് ഈ നിമിഷത്തിൽ സ്ഥിരീകരിക്കാനാവുന്നത്? അപർണ, അതീവ സങ്കടകരമായ ഒരു വാർത്തയാണ് പുറത്തു വന്നത്. ഉച്ചയോടുകൂടിയാണ് ഈ വാർത്ത വന്നത്. കുവൈറ്റിൽ തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന കെട്ടിടത്തിൽ തീപിടുത്തമുണ്ടായി. ആ തീപിടുത്തത്തിൽ മരണസംഖ്യ നിലവിൽ 41ലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ്. ബാക്കി 11ഓളം പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. അവർ മലയാളികളാണ് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. ഏറ്റവും സങ്കടകരമായ കാര്യം, തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ലേബർ ക്യാമ്പിലാണ് തീപിടുത്തം ഉണ്ടായത്. ഈ ഫ്ളാറ്റിന്റെ 6ാം നിലയിലാണ് ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് എങ്കിലും താഴത്തെ നിലയിൽ നിന്ന് തീ പടർന്നു പിടിച്ചതാണ് എന്നാണ് പറയുന്നത്. ഒപ്പം തന്നെ ഗ്യാസ് സിലിണ്ടറുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിക്കുകയും ചെയ്തു. ഇത് തീ കൂടുതൽ പടർന്നു പിടിക്കാൻ കാരണമായി എന്നാണ് പറയുന്നത്. നിലവിൽ ഒരു മലയാളിയെയാണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. കൊല്ലം ഓയൂർ സ്വദേശിയായ ഷമീറാണ്. ഡ്രൈവർ ജോലി നോക്കുന്നയാളാണ് ഷമീർ എന്നാണ് പുറത്തുവരുന്ന വിവരം. ഏതായാലും നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അവരെ എല്ലാം തന്നെ വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. 3 ആശുപത്രികളിലാണ് പരിക്കേറ്റവരെ എത്തിച്ചിരിക്കുന്നത്. ഏതായാലും നാടിനെ നടുക്കിയ ദുരന്തം കുവൈറ്റ് സമയം പുലർച്ചെ 4 മണിയോടുകൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. ഈ തൊഴിലാളികൾ, അതായത് വിശ്രമിക്കുന്ന സമയമായതിനാലായിരിക്കണം ഇത്രയും വലിയ തോതിലേക്ക് ഈ മരണസംഖ്യ ഉയരാനുള്ള അല്ലെങ്കിൽ പരിക്കുയരാനുള്ള ഒരു കാരണം എന്നാണ് പറയുന്നത്. ഏതായാലും കുവൈറ്റിന്റെ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെ സംഭവസ്ഥലം സന്ദർശിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും നാടിനെ നടുക്കിയ ദുരന്തത്തിൽ മരണസംഖ്യ ഉയരുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ കാര്യം. 41 പേർ മരിച്ചു. അതിൽ 21 പേർ ഇന്ത്യക്കാരാണ്, 11 പേർ മലയാളികളാണ്. ആ മലയാളികളുടെ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഒരാളുടെ വിവരം മാത്രമാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. അത് കൊല്ലം സ്വദേശിയായ ഓയൂരിലെ ഷമീറാണ്. ഏതായാലും ഈ കെട്ടിടം എന്ന് പറയുന്നത് NBTCയുടെ ഉടമസ്ഥതയിലുള്ള കുവൈറ്റിലെ ഏറ്റവും വലിയ ബിൽഡിംഗ് നിർമ്മാണ കമ്പനിയാണ് ഈ NBTC എന്ന് പറയുന്നത്. അദ്ദേഹം, അതിന്റെ ഓണർ എന്ന് പറയുന്നത് മലയാളിയാണ്. ഇവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിന്റെ കെയർ ടേക്കർ ആരാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അയാൾ ഇപ്പോൾ ഒളിവിലാണ് എന്ന വിവരമാണ് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. വലിയ ഒരു ദുരന്തമാണ് ഉണ്ടായിരിക്കുന്നത്. മരണസംഖ്യ ഉയരുന്നു. മലയാളികളുടെ എണ്ണവും മരിച്ചവരുടെ എണ്ണം കുതിച്ചുയരുകയാണ്. നിരവധി പേരുടെ വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ട്. പക്ഷേ ആ വിവരങ്ങൾ ഇപ്പോൾ അതിൽ കാണാതായവരും ഉൾപ്പെടുന്നു എന്നതിനാൽ തന്നെ ആര് മരിച്ചു, ആര് മരിച്ചില്ല, അല്ലെങ്കിൽ കാണാതായിരിക്കുന്നു എന്ന് നമുക്ക് ഇപ്പോൾ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. ഇപ്പോൾ മരിച്ച ഒരാളുടെ വിവരം മാത്രമാണ് ലഭ്യമായിരിക്കുന്നത്. അത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ ആ തരത്തിലാണ്. അപ്പോഴും ഇതിനകത്ത് പുറത്തു വരുന്നത് ഈ NBTC കമ്പനിയിലെ തൊഴിലാളികളായിട്ടുള്ള 195ഓളം പേർ ഇവിടെ താമസിച്ചിരുന്നതായി പറയുന്നു. അതായത് മലയാളിയായിട്ടുള്ള ഒരാളുടെ കമ്പനിയിൽ സ്വാഭാവികമായിട്ടും കൂടുതൽ മലയാളികൾ തന്നെ ജോലി ചെയ്യാനുള്ള ഒരു സാധ്യത, ആ തരത്തിലുള്ള ഒരു വിശകലനം നിർഭാഗ്യവശാൽ ഈ സമയത്ത് നടത്തേണ്ടതായി വരികയില്ലേ? പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോൾ നമ്മൾ ഈ കണക്ക് കൂട്ടുന്നതിനപ്പുറത്തേക്ക് മരണസംഖ്യ ഉയരുന്നുണ്ട് എന്നുള്ള സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളെല്ലാം ഉണ്ട്. എത്ര പേർക്ക് പരിക്കുണ്ട്, അവരുടെ നില എങ്ങനെയാണ്, ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ വരുന്നുണ്ടോ ഈ സമയത്ത്? അപർണ, ഞാൻ നേരത്തെ പറഞ്ഞു 41 മരണമാണ് ഉള്ളത് എന്ന് പറയുമ്പോൾ പോലും അനൌദ്യോഗിക കണക്ക് പ്രകാരം 48, 49 മരണങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ പരിക്കേറ്റവർ 30-നും 40-നും ഇടയിലാണ് എന്ന് പറയുന്നു. ഇതിൽ പരിക്കേറ്റവർക്ക് പുക ശ്വസിച്ചതുകൊണ്ടാണ് പലർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ 6ാം നിലയിലാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ മരണഭയത്തെ തുടർന്ന് ആളുകൾ ആ 6ാം നിലയിൽ നിന്ന് താഴേക്ക് എടുത്തു ചാടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായി.
അതുമൂലമാണ് പലർക്കും പരിക്കേറ്റിരിക്കുന്നത്. ഇവരെല്ലാം തന്നെ ആശുപത്രിയിലാണ്. ഏതായാലും മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം. അപർണ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയാളിയുടെ ഉടമസ്ഥതയിലുള്ള ലേബർ ക്യാമ്പ്, അവിടെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്നു എന്നാണ്. ഇത് പറയുമ്പോൾ മണലാരണ്യത്തിലേക്ക് ജീവിതം തേടിപ്പോയവരെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. എത്ര വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഇവിടെ നിന്ന് കടന്നുപോയിരിക്കുന്നത്. അവരാണ് ഇത്തരത്തിൽ വലിയ ഒരു ദുരന്തത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം കൂടി നമുക്ക് പറയേണ്ടി വരും. ഏതായാലും കൊല്ലം ഓയൂർ സ്വദേശിയായ യുവാവാണ് നിലവിൽ മരിച്ചു എന്ന വിവരം ഉള്ളത്. ബാക്കിയുള്ളവർ, അതായത് 11 പേർ മരിച്ചു മലയാളികൾ എന്ന് പറയുന്നത് കൂടി വരും സമയത്ത് വരാം. സുവി, ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. അപ്പോഴും കുവൈറ്റ് ഈ അടുത്ത കാലത്ത് കണ്ട ഏറ്റവും വലിയൊരു അപകടത്തിന്റെ വാർത്തകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ പ്രധാനപ്പെട്ട ഇന്ത്യൻ സ്ഥാനപതി അടക്കമുള്ളവർ സംഭവസ്ഥലം സന്ദർശിച്ചതായിട്ടുള്ള വിവരങ്ങളൊക്കെ വരുന്നുണ്ട്. ഏത് തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന്? കുവൈറ്റിൽ തന്നെ ഇത് എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതായിട്ടുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുന്നത്? അപർണ, കുവൈറ്റ് ആഭ്യന്തരമന്ത്രി അപ്പോൾ തന്നെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ സ്ഥലത്തേക്ക് എത്തുകയും ഈ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിൽ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഉണ്ടാവുകയും ചെയ്തു. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഫഹദ് അൽ യൂസഫാണ് അവിടെ എത്തിയത്. അവർ എല്ലാവിധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാൻ കൂടെ ഉണ്ടായിരുന്നു. അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു. ഏതായാലും ഇന്ത്യൻ എംബസിയും എല്ലാവിധ സഹായങ്ങളും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ഹെൽപ്പ് ലൈൻ നമ്പർ ഉൾപ്പെടെ പുറത്തിറക്കിയിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അല്ലെങ്കിൽ ആർക്കെല്ലാം എന്തെങ്കിലും വിവരങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ ഇന്ത്യൻ എംബസിയുടെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വിളിക്കാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചിട്ടുണ്ട്. വിദേശകാര്യമന്ത്രിയും അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ഏതായാലും വലിയ തോതിൽ വലിയൊരു ഞെട്ടലുണ്ടാക്കുന്ന സംഭവമായിരുന്നു. തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ്. ഇവിടെയാണ് അപകടം ഉണ്ടായിരിക്കുന്നത്. ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ സംഭവ സ്ഥലത്തെത്തുകയും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട്. 3 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അവിടേക്കെല്ലാം തന്നെ ഇന്ത്യൻ എംബസിയുടേത് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ എത്തുകയും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കുവൈറ്റിനെ നടുക്കിയ, കുവൈറ്റിൽ സമീപകാലത്ത് ഉണ്ടായതിനേക്കാൾ വലിയ ഒരു അപകടമാണ് ഉണ്ടായിരിക്കുന്നത്. ആ അപകടത്തിലാണ് ഇപ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ട് ഇരിക്കുന്നത്. അവിടേക്ക് ആ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുന്നത്. അപർണ, സുവി,